ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക്കിറാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റിയൽമിയുടെ ബഡ്സ് T310 ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് റിയൽമി നമുക്ക് ബഡ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് റിയൽമി ബഡ്സ് T310. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് സൈഡിലൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്, 12mm ഡ്രൈവർ, പിന്നെ പ്ലേ ബാക്കിൻ്റെ, പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഫീച്ചേഴ്സ് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500 നമുക്ക് റിയൽമി സ്റ്റോറിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് അതിൽ ആദ്യം വരുന്ന അതിൻ്റെ മാനുവലാണ്. ഗൈസ് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് ബഡ്സ് യൂസ് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്കതിൽ വരുന്ന അതിൻ്റെ ബഡ്സിൻ്റെ ടിപ്സാണ്. ഇത് മീഡിയം, സ്മോൾ, ലാർജ് ആണ് വരുന്നത്. നമുക്ക് ബഡ്സിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നത് മീഡിയം ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് ബഡ്സ്. ഇതാണ് എൻ്റെ ലുക്കും കാര്യങ്ങളും. ഫ്രണ്ടിൽ നമുക്ക് റിയൽമിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേഷൻ ലൈറ്റും, പിന്നെ ഇതിൻ്റെ പോർട്ട് വരുന്നത് ടൈപ്പ് C ആണ്. പിന്നെ എൻ്റെ ബാക്കിലൊന്നും വേറെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ബഡ്സ് ഉണ്ടാവും. അത് ഡിഫോൾട്ടായിട്ട് മീഡിയം സെറ്റാണ് ടിപ്പ്. അപ്പോൾ ഗൈസ് അതിനകത്ത് പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്സിനകത്ത് 12mm ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ ANC ആണ് നോയിസ് ക്യാൻസലേഷൻ വരുന്നത്. അത് 3 ലെവലിൽ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് ചെയ്യാം. നോർമൽ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ടാവും, പിന്നെ ഏറ്റവും നോയിസ് റിഡക്ഷൻ ചെയ്യുന്നൊരു ഫീച്ചർ കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത് ടൈപ്പ് C ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. ടൈപ്പ് സിയുടെ നമുക്ക് ഏത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ പ്ലേ ബാക്ക് വരുന്നത് 40 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് വരുന്നുണ്ട്. അത് ANC ഓഫ് ആയിരിക്കുമ്പോഴാണ്. ANC ഓൺ ആണെങ്കിൽ നമുക്ക് 40 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് കിട്ടത്തില്ല. 24 ഹവറിൻ്റെ പ്ലേ ബാക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അതിനകത്ത് 10 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ് ഈ ബഡ്സ് നമുക്ക് IP55 വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.4 ആണ്. ആൻഡ് നമുക്ക് 45 ms ലേറ്റൻസിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം മോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ വലിയ ലേറ്റൻസി ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാവുന്നതാണ്. അതിൻ്റെ വോയിസ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ഫാസ്റ്റാണ്. 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ സൗണ്ട് ഇഫക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ സൗണ്ട്സിനെ നമുക്ക് 360 ഡിഗ്രിയിൽ ഇത് കൺവേർട്ട് ചെയ്ത് നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഗൈസ് ഈ ബഡ്സ് 3 കളറിലാണ് വരുന്നത്. ഇതിപ്പോൾ മോണറ്റ് പർപ്പിളാണ്. ഇതിൻ്റെ വേറെ 2 കളറും കൂടെ വരുന്നുണ്ട്, വൈബ്രൻറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ അജൈൽ വൈറ്റും. അപ്പോൾ ഗൈസ് പിന്നെ നോയിസ് കൺട്രോൾസിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് 3 ടൈപ്പ് നോയിസ് കൺട്രോൾസാണ് വരുന്നത്. ട്രാൻസ്പെറൻസി ഉണ്ട്, പിന്നെ ഓഫ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നോയിസ് ക്യാൻസലേഷനും ഓൺ ചെയ്യാം. അതിനകത്ത് വരുന്നത് ANC ആണ്. പിന്നെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ്റെ അതിൻ്റെ മോഡ്സ് വരുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റും. മോഡറേറ്റ്, മൈൽഡ്, അതുപോലെ തന്നെ മാക്സിമം സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനകത്ത് വിൻഡ് നോയിസ് റിഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഡൈനാമിക് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്വലൈസർ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ അതിൻ്റെ എക്കോ മോഡ് വരുന്നുണ്ട്. അത് ഡീപ്പ് ബാസ് ഇടാം, പ്യുവർ ബാസ് ഇടാം. പിന്നെ അതിൻ്റെ ബാക്കി ഓരോന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസ് നമുക്ക് അതിനകത്ത് 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ ഇഫക്ട്സ് വരുന്നുണ്ട്. അത് സ്റ്റീരിയോയിൽ നിന്നും 360 ഡിഗ്രിയിലേക്കുള്ള ഓഡിയോ ഇഫക്ട്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഗൈസ് അതിനകത്ത് വരുന്നത് വോളിയം എൻഹാൻസർ വരുന്നുണ്ട്. പിന്നെ ഡുവൽ ഡിവൈസ് കണക്ഷൻ, അതുകൊണ്ടാണ് ഗെയിമിംഗ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഗെയിം മോഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം ലേറ്റൻസി കുറവിൽ തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇയർബഡ്സിൻ്റെ ഫിറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിൽ എടുക്കുമ്പോൾ തന്നെ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബഡ്സ് നമ്മൾ ഇയറിലാണെങ്കിൽ അതിൻ്റെ ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ലീക്കേജ് ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനകത്ത് ബട്ടൺ സെറ്റിങ്സ് ചെയ്യാം. നമുക്ക് 2 ലെഫ്റ്റിലെ റൈറ്റിലെയും ബട്ടൺസ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓരോരോ ആക്ഷൻസ് നമുക്ക് ഇവിടെ മാറ്റാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ കണ്ടുപിടിക്കാനും പിന്നെ ഫൈൻഡ് ഇയർബഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബഡ്സ് വെച്ച് തന്നെ ക്യാമറ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ ഫേമർ അപ്ഗ്രേഡ് ചെയ്യാൻ വരുന്നതാണ്. പിന്നെ ഫേമർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മാനുവൽ ജസ്റ്റ് നോക്കുക, കാരണം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ബഡ്സ് ഉപയോഗിച്ച് നോക്കി. ബഡ്സ് ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ചാർജും ഫാസ്റ്റാണ്. പിന്നെ ഇതിന് 40 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് നമുക്ക് ബഡ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബഡ്സ് ANC സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിലൊക്കെ പോകണമെങ്കിൽ തന്നെ വലിയ നോയിസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല റിച്ച് ബാസാണ് വരുന്നത്, കാരണം 12mm ഡ്രൈവർ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഗൈസ് ബഡ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.